ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ക്രിസ്തുവിൽ വന്ദനം. ഫിലിപ്പിയ ലേഖനം 4:13 അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു വാക്യം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്നാണ്. ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻ മീ എന്നാണ് എനിക്ക് പറയുവാനായിട്ട് ഉള്ളത്. അതെ, നാം ജീവിതത്തിൽ നോക്കുമ്പോൾ പലപ്പോഴും പലരും പലവിധമായ പരിമിതികൾ ഉള്ളവരാണ്. പൗലോസിന്റെ തന്നെ ജീവിതത്തെക്കുറിച്ച് നാം മനസ്സിലാക്കിയാൽ പൗലോസിന്റെ രൂപം തന്നെ വളരെ നിന്ദ്യവും വെറുപ്പുളവാക്കുന്നതും, അതേപോലെ തന്റെ ജീവിതത്തിൽ വളരെ തന്നെ വിഷമിപ്പിച്ചിരുന്ന ഒരു മാരകമായ രോഗവും പിൻപറ്റിയിരുന്നതായിട്ടാണ് പൗലോസിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ആ പൗലോസിനെ ദൈവം അതിശക്തമായിട്ട് എടുത്ത് ഉപയോഗിക്കുന്നതാണ് നമുക്ക് പുതിയ നിയമത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. അതിശക്തമായി കർത്താവ് പൗലോസിനെ ഉപയോഗിച്ചു. അപ്പോഴും താൻ അനേക കഷ്ടങ്ങളിൽ കൂടെയാണ് താന് തന്റെ പ്രവൃത്തികൾ മുൻപോട്ട് കൊണ്ടുപോകുവാനായിട്ട് ഇടയായത്. അനേക എതിർപ്പുകൾ റോമൻ ഗവൺമെന്റിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ഒക്കെ താൻ അനുഭവിക്കേണ്ടി വന്നു. അനേക പീഡകൾ. അവിടെ ഒന്നും പൗലോസ് പതറിപ്പോയില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൽ അടിയുറച്ചതായ ശക്തിമത്തായ ഒരു വിശ്വാസം തനിക്ക് ഉണ്ടായിരുന്നു. അഥവാ വലിയ ഒരു ആശ്രയം തനിക്ക് ദൈവത്തിൽ ഉണ്ടായിരുന്നു. നമുക്കെല്ലാ സാഹചര്യങ്ങളും ഒത്തൊരുങ്ങി വന്നിട്ട് നമുക്ക് ആർക്കും വിജയിക്കുവാനായിട്ട് സാധ്യമല്ല. എല്ലാവരും ഇവിടെ ജനിച്ച് വീഴുന്നത് ഒരുപോലെയാണ്. ധനവാന്റെ ഭവനത്തിലാണെങ്കിലും കുടിലാണെങ്കിലും എല്ലാവരും നഗ്നരായി ജനിച്ചു വീഴുന്നു. ഒരുപോലെ ഒരേ അനുഭവത്തിലാണ് അവർ കടന്നു വരുന്നത്. ധനവാന്റെ ഭവനത്തിൽ ജനിച്ചതുകൊണ്ട് എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായതുകൊണ്ട് അവൻ ഭാവിയിൽ പ്രസിദ്ധൻ ആകണമെന്നില്ല. എത്രയോ പേര് തകർന്ന് തരിപ്പണമായി പോകുന്നതാണ്, ആത്മഹത്യയിലേക്ക് പോകുന്നതൊക്കെയാണ് നാം കാണുന്നത്. എന്നാൽ വളരെ ദരിദ്രമായ അനുഭവത്തിൽ പിറന്നു വീണ അനേകർ ഇന്നത്തേതിൽ നാം ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അവര് ഉന്നതികളിൽ എത്തിച്ചേർന്നതും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതേപോലെ ജീവിതത്തിൽ അനേക ശരീരത്തിൽ പരിമിതികൾ ഉള്ളവർ ആ പരിമിതികൾ അവഗണിച്ചുകൊണ്ട് അവർ പ്രവർത്തിപ്പാൻ തയ്യാറായി അവരും ഉന്നതികളിൽ എത്തിച്ചേരുവാനായിട്ട് ഇടയായി തീർന്നു. പ്രസിദ്ധ അമേരിക്കൻ പത്രപ്രവർത്തകനായ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഒരു അച്ചടിശാലയില് അച്ചുകൾ നിരത്തി പണിയെടുക്കുന്ന വെറും ഒരു കൂലിപ്പണിക്കാരനായിരുന്നു. താൻ ഈ അച്ചുകൾ ഇങ്ങനെ നിരത്തുമ്പോൾ താൻ പലപ്പോഴും ചിന്തിച്ചു, എനിക്കും എന്തുകൊണ്ട് മറ്റുള്ളവർ എഴുതുന്നത് പോലെ എഴുതിക്കൂടാ എന്ന് താൻ ചിന്തിച്ചു തുടങ്ങി. അങ്ങനെ താൻ ചില ലേഖനങ്ങളൊക്കെ എഴുതുവാൻ തുടങ്ങി. ആദ്യമൊക്കെ പേര് വയ്ക്കാതെ എഴുതി തുടങ്ങി. എന്നാൽ പിന്നത്തേതിൽ താൻ വളരെ പ്രസിദ്ധനായി തീർന്ന ചരിത്രമാണ് അദ്ദേഹത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതേപോലെ ജന്മന കുരുടനായിരുന്ന ഹോമർ നിരാശനാകാതെ ഇലിയഡും ഒഡീസയും എഴുതി പ്രശസ്തനായി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. വാർദ്ധക്യത്തിൽ അന്ധനായി തീർന്ന ജോൺ മിൽട്ടൺ ആണ് പാരഡൈസ് ലോസ്റ്റ് എന്ന ആ വിഖ്യാതമായ ഇംഗ്ലീഷ് കാവ്യം രചിച്ചത്. അത് തന്റെ കാഴ്ചശക്തി നശിച്ചതിന് ശേഷമാണെന്ന് നാം ഓർക്കണം. ആത്മവിശ്വാസത്തിന്റെ കവചം അണിയുമെങ്കിൽ പ്രായമോ
അഥവാ പരാജയമോ ബലഹീനതയോ ജീവിത വിജയത്തിന് ഒരിക്കലും അത് തടസ്സമാകയില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഭൂമി നന്നായി ഉഴുതുമറിച്ചെങ്കിലേ നല്ല വിളവ് ലഭിക്കുകയുള്ളൂ. നമുക്കറിയാം, വളരെ കഠിനമായി ആ ഭൂമിയിൽ അധ്വാനിക്കുന്ന കർഷകന് മാത്രമേ വിളവനുഭവിപ്പാൻ പറ്റത്തുള്ളൂ. കൈയും കെട്ടിക്കിടന്നുറങ്ങുന്നവന് ദാരിദ്ര്യം മാത്രമായിരിക്കും എത്ര ഏക്കർ പുരയിടം അവനുണ്ടെങ്കിലും അനുഭവിപ്പാനായിട്ട് കഴിയത്തുള്ളൂ. കുന്തിരിക്കം തീയിലിടുമ്പോൾ മാത്രമാണ് അതിന്റെ വാസന അനേകർക്ക് ആസ്വദിക്കുവാനായിട്ട് കഴിയുന്നത് എന്നും നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. പരിമിതികൾ നമ്മെ തളർത്താതെ അവ സാധ്യതകളാക്കി മാറ്റുവാനായിട്ട് നമുക്ക് എപ്പോഴും കഴിയണം. ഒരിക്കലും നമ്മുടെ മുമ്പിൽ വലിയ സാധ്യതകൾ ഉണ്ടായിരിക്കത്തില്ല. എന്നും പരിമിതികളും എന്നും തടസ്സങ്ങളും മാത്രമേ ഈ ലോകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയത്തുള്ളൂ. അനേക തടസ്സങ്ങളാകുന്ന ഹിൻഡ്രൻസ്, ഒബ്സ്റ്റാക്കിൾസ്, അതായിരിക്കും, ആ കല്ലുകളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും മുമ്പിൽ നിൽക്കുന്നത്. എന്നാൽ ആ തടസ്സങ്ങളെ കണ്ടുകൊണ്ട് ഭയന്ന് മാറി നിൽക്കുന്ന ഒരുവന് മുൻപോട്ട് പോകുവാനായിട്ട് കഴിയത്തില്ല. അഥവാ ഒരു എഞ്ചിനകത്തുകൂടി കടന്നു പോകുന്ന ആ ക്രൂഡ് ഓയിലാണ് ആ എഞ്ചിന്റെ പിസ്റ്റണ് അത് പ്രവർത്തിക്കുവാനുള്ളതായ ഊർജം പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മെ തന്നെ ഒരു അല്ലെങ്കിൽ എഞ്ചിൻ കണക്ക് അത് ശക്തിയായി പ്രവർത്തിക്കണമെങ്കിൽ ദൈവികമാകുന്ന ഒരു ഊർജം നമുക്ക് ആവശ്യമുണ്ട്. പൗലോസ് പറയുകയാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. അതെ, പലപ്പോഴും അപകർഷതാബോധമിട്ട് നിന്നെ കൊണ്ട് ഇത് ചെയ്യുവാൻ കഴിയുകയില്ല, ഈ ജോലി നിന്നെ കൊണ്ട് പറ്റത്തില്ല, ഈ വിദ്യാഭ്യാസം പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ചിലരെ അവര് ചിന്തിക്കുന്നത്, അയ്യോ എനിക്കൊരു കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധ്യമല്ല. അനേക ചെറുപ്പക്കാരെ അലട്ടുന്ന ഒരു വലിയ വിഷയമാണ് ഒരു വിവാഹപ്രായമാകുമ്പോൾ ചിലപ്പോൾ ജോലിയൊക്കെ ഉണ്ടായിരിക്കാം, അവർക്കത് ഭയമാണ്. ആൺകൊച്ചുങ്ങൾക്കാണെങ്കിലും പെൺകൊച്ചുങ്ങൾക്കാണെങ്കിലും ഒരു കുടുംബജീവിതത്തിലേക്ക് മുൻപോട്ട് പോകുവാൻ വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്, വീടുണ്ട്, സൗകര്യങ്ങളുണ്ട്. പക്ഷെങ്കിൽ എങ്ങനെ മുൻപോട്ട് പോകുവാനായിട്ട് കഴിയും എന്ന് ഭയപ്പെട്ട് അന്താളിച്ചു നിൽക്കുന്ന പല യൗവനക്കാരെ ഈ നാളുകളിൽ കൗൺസിലിംഗ് ചെയ്യേണ്ടതായ ആവശ്യകതയാണ് പലപ്പോഴും അനേകർക്കുണ്ടാകുന്നത്. അതേ പ്രിയമുള്ളവരെ, ദൈവത്തിലാണ് നിന്റെ ആശ്രയമെങ്കിൽ, പൂർണ്ണമായി ദൈവത്തിലാണ് ആശ്രയമെങ്കിൽ നീ പകച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ അന്താളിച്ചു നിൽക്കുന്ന വിഷയങ്ങളുടെ മുമ്പിൽ എങ്ങനെ മുൻപോട്ട് പോകും, എങ്ങനെ ഈ വിഷയത്തെ ഞാൻ കൈകാര്യം ചെയ്യും, എങ്ങനെ ഇതിനെ ഞാൻ തരണം ചെയ്യും എന്ന് ഭാരപ്പെട്ട് നിലവിളിക്കുന്ന വിഷയങ്ങളുടെ മുമ്പിൽ പൗലോസിനെ പോലെ പറയുവാൻ കഴിയും, അല്ലെങ്കിൽ കഴിയണം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഒരുപക്ഷെങ്കിൽ അനേകരുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്നത് പോലെയുള്ളതായ വലിയ സാധ്യതകൾ ഈ ദൂത് കേൾക്കുന്ന പലരുടെയും മുമ്പിൽ ഒരുപക്ഷെ നിന്റെ വിദ്യാഭ്യാസത്തിനില്ലായിരിക്കാം, നല്ലൊരു പാർപ്പിടമില്ലായിരിക്കാം, നല്ലൊരു സാഹചര്യമില്ലായിരിക്കാം. എന്നാൽ പറയട്ടെ, ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായി ഏൽപ്പിക്കുമോ? ആ കർത്താവ് നിനക്ക് മുൻപോട്ടുള്ള പാതകൾ കാണിച്ചു തരുവാൻ മതിയായ ദൈവമാണ്. ആ ദൈവകരങ്ങളിൽ ഒന്നുകൂടി സമർപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.
കർത്താവിൻ സ്നേഹത്തിൽ എന്നും വസിച്ചിടുവാൻ വൻകൃപയേകിടണേ. ഭിന്നത വിദ്വേഷം ഇല്ലാതെ ജീവിപ്പാൻ നൽവരം നൽകിയിടണേ. കർത്താവിൻ സ്നേഹത്തിൽ എന്നും വസിച്ചിടുവാൻ വൻകൃപയേകിടണേ. ഭിന്നത വിദ്വേഷം ഇല്ലാതെ ജീവിപ്പാൻ നൽവരം നൽകിയിടണേ. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഇന്നലെ